രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരു മനുഷ്യൻ. ശബ്ദം കേൾക്കുന്നില്ല. ആ ശബ്ദം കേൾക്കുന്ന ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന ചോദ്യം അഭൗതികമായതോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് ചോദിക്കുന്നതല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ലെന്നാണ് ഇവിടെ എഴുതിയതും ഫൈസൽ മുസ്ലിയാർ വാദിച്ചത്. അതാ ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? അപ്പൊ ജിന്നിനോടുള്ള ചോദ്യം ഏത് ചോദ്യമാണ് ശിർക്കാവുന്നത് ഒന്ന് പറയാമോ? കേട്ടോടാ പടുജാഹിലുകളെ, ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് ചോദിച്ചാൽ തെറ്റില്ലെന്ന്, ശിർക്കാവൂലെന്ന്. എടാ പൊട്ടന്മാരെ, ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട്, ശൈത്താനോട് ചോദിച്ചിട്ടാണ് ആദം നബി അലൈഹി സ്വലാം പുറത്തായത് സ്വർഗത്തിൽ നിന്ന്.